ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി സാധാരണ കഴിക്കാറുള്ള ഗോബി മഞ്ചൂരിയനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും. നമുക്കിത് ചപ്പാത്തിക്കും അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു മുഴുവനായിട്ടുള്ള ഒരു കോളിഫ്ലവറിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോളിഫ്ലവർ ചെറിയ ചെറിയ പീസസ് ഇല്ലേ, ആ ഓരോ ഇതളുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് തന്നെ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ഉണ്ടല്ലോ, പെപ്പർ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് ആ ഒരു കോളിഫ്ലവർ എടുത്ത് അതിൻ്റെ വെള്ളം കുറച്ചൊക്കെ നമുക്ക് മാറ്റണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോളിഫ്ലവറിൽ ഈർപ്പം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പൗഡർ ഇതിലേക്ക് കോട്ടായിക്കോളും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒരു അല്പം കൂടി വെള്ളം ഇതേപോലെ തളിച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് സോസസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മസാല പൗഡേഴ്സ് ഒന്നും തന്നെ ഈ ഒരു റെസിപ്പിയിൽ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 1/4 കപ്പോളം ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയ സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസാണ് കേട്ടോ. ഇത് റെഡ് ചില്ലി സോസാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇച്ചിരി എരിവ് കൂടുതലാണ്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സോസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സോസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിയിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗോബി അല്ലെങ്കിൽ കോളിഫ്ലവർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് ഓരോരോ പീസസായിട്ട് തന്നെ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ഒരുമിച്ചിടുകയാണെങ്കിൽ എല്ലാം കൂടി ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ. കാരണം മൈദയൊക്കെ ചേർത്തതായതുകൊണ്ട് തന്നെ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് വിടിയിച്ചെടുക്കണം കേട്ടോ. കാരണം ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിനെസ് ആയിരിക്കും കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. ആ ഒരു ക്രിസ്പിനെസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗോബി മഞ്ചൂരിയൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാനിത് ജസ്റ്റ് ഒരു 3 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. കാരണം ഇത് ഒരുമിച്ച് നമ്മളിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് നമുക്ക് ഓരോരോ ഇതളുകളായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ആവുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് പോർഷനാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് സവോളയാണ് കേട്ടോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും. പിന്നെ സ്പ്രിംഗ് ഒണിയനും കുറച്ച് ഇഞ്ചി, അതായത് ഒരു പീസ് ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ സോസും ഇപ്പം റെഡിയാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു കട്ടിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കുക്കിങ്ങിൻ്റെ പകുതി മുക്കാലോളം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് നമുക്കിതിന് കുക്കിംഗ് ടൈമൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഗ്രേവി കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഓയിൽ ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് മാറ്റാം. ഇനി ഇതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറി വരുന്ന സമയത്തേക്ക് അതിലേക്ക് സവോള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് കടിക്കുന്ന രീതിയിലാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സോസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ബോയിൽ ആവണം. പെട്ടെന്ന് തിക്കായി വരും കേട്ടോ. അപ്പോൾ കുറച്ച് ഇതൊന്ന് ബോയിലായി വരുമ്പോഴേക്കും നമ്മൾ ഇവിടെ ഒരു കോൺഫ്ലവർ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ആഡ് ചെയ്ത് ഒന്ന് ബോയിലായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് നമ്മുടെ അയൻ്റെ കടായിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാസ്റ്റ് അയണിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മളിതിൽ മസാല പൗഡേഴ്സ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഉപ്പ് നമ്മളിതിൽ സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം സോയ സോസിൽ കുറച്ചധികം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഉപ്പ് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പും കൂടി ഒരല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യം വരില്ല. അതിനുശേഷം സ്പ്രിംഗ് ഒണിയനും കൂടി വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ മസാല പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ഈ ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാകുന്നത്. ഇത് സാധാരണ കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു സെയിം റെസിപ്പി നമുക്ക് വീട്ടിലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതേപോലെ ഒത്തിരി റെസിപ്പീസ് മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.